കഴിഞ്ഞ വർഷം നമ്മൾ ദൃശ്യം 3 സാർ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു റിപ്പോർട്ട് പോലെ കൊടുത്തിരുന്നു. അപ്പൊ സാർ അതിന്റെ അടി എപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ സാർ കമന്റ് ഇട്ടു. അങ്ങനെ എന്റെ കൊടുത്തു. അത് മോള് പറഞ്ഞു തന്നെ. അപ്പൊ എന്നോട് മോള് പറഞ്ഞു, ഡാഡി ഇങ്ങനെ നമ്മളിങ്ങനെ അതിനെ ഫണ്ണായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മോളെ ഞാനിതൊന്നും ഫോളോ ചെയ്യാന്ന്. അപ്പൊ അവള് എപ്പോ ഒന്നും. അപ്പൊ ഇതേപോലെയാണ് ഇവിടെ വന്നിട്ട് ജിത്തു ജോസഫ് കില്ലർ എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നമുക്ക് എന്ത് റിയാക്ഷൻ. അപ്പൊ ഞാനും അവളോട് ഇന്ന് ഡിസ്കസ് ചെയ്തു എന്താ ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ സലീം കുമാർ റിയാക്ഷൻ സത്യം പരമാർത്ഥം എന്ന് പറഞ്ഞു. സത്യം പരമാർത്ഥം അതിട്ടു. റെഡിറ്റിന്റെ അതിനകത്ത് ഒരാളുടെ ഒരു ഇംഗ്ലീഷ് ഇത് ഭയങ്കര സൈക്കോളജിക്കൽ ഇതൊക്കെ ആയിട്ട് എനിക്ക് ആ ക്വസ്റ്റ്യൻ പോലും മനസ്സിലാകുന്നില്ല. അപ്പൊ അതിനകത്ത് നമ്മുടെ ഇതില്ലേ പിന്നെ തനിക്ക് താനാണെന്നറിയാൻ അല്ല അന്നേരം മോഹൻലാലിന്റെ റിയാക്ഷൻ അല്ലേ ഇങ്ങനെ ലാലേട്ടന്റെ. അപ്പൊ അതിന്റെ ഇമോജി ഇട്ടു, അതിട്ടു. ഇതെല്ലാം മക്കളാണ്. പിള്ളേര് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്കിപ്പോഴും ഞാൻ ഏത് കാറ്റഗറിയിലാന്ന് എനിക്കറിയാം. അപ്പൊ ഇവര് വന്ന് പറയും. അപ്പൊ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഞാൻ കൂടെ നിൽക്കും. അപ്പൊ ബേസിക്കലി ഇപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് ഇഷ്ടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഒരു പൈസ മുടക്കി ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ പ്രൊമോഷന് വേണ്ടി അത് ഇഷ്ടപ്പെട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ നിന്ന് കൊടുക്കണം. അത് നമ്മൾ അവരോട് കാണിക്കേണ്ട ഒരു 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 ഇതാണ്. ഒരു എന്താ പറയുക എന്താ പറയുന്ന വാക്ക്, ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ. ആക്ച്വലി ഇറ്റ്സ് ആൻ ഒബ്ലിഗേഷൻ. അപ്പൊ ഞാൻ അതിന് നിന്ന് കൊടുക്കുന്നു. അല്ലാതെ ഇപ്പൊ അതിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിട്ടൊന്നും ഒന്നുമല്ല.